അപ്പൊ എല്ലാവർക്കും സെഞ്ചുയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവിന്റെ 5ാമത്തെ ഭാഗമാണ്. അവിടെ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന ഭാഗമാണ് പഠിക്കുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അല്ലെങ്കിൽ എന്താണ് ശബ്ദത്തിന്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് നോക്കിക്കേ, എന്തൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മള് ആദ്യം ചെയ്യുന്നത്, ആദ്യം വേണ്ട നമുക്കൊരു അലാറം ക്ലോക്ക് വേണം, പിന്നെ 2 PVC പൈപ്പ് വേണം. അപ്പൊ 2 PVC പൈപ്പ് ഉണ്ട്, പിന്നെ നമുക്കൊരു ഗ്ലാസ് പ്ലേറ്റ് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം വേണ്ടത്. എന്തൊക്കെയാണ്? PVC പൈപ്പ്, 2 PVC പൈപ്പ് 1 മീറ്ററിന്റെ ലെങ്ത് ഉള്ളത് വേണം, പിന്നെ ഒരു അലാറം ക്ലോക്ക് വേണം, പിന്നെ ഒരു ഗ്ലാസ് പ്ലേറ്റും വേണം. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളിവിടെ രണ്ടും ഇങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അലാറം ക്ലോക്ക് റൺ ചെയ്യുവാണ്. അങ്ങനെ റൺ ചെയ്യുമ്പം ഇതിലൂടെ കേൾക്കുന്ന സൗണ്ട് ഇങ്ങനെ തട്ടിയിട്ട് ഈ ഗ്ലാസ് പ്ലേറ്റ് തട്ടും. ആ ഗ്ലാസ് പ്ലേറ്റ് തട്ടിയിട്ട് എങ്ങനെ ഈ പൈപ്പിലൂടെ തിരിച്ച് ഈ കൊച്ചിന്റെ ചെവിയിലേക്ക് വന്ന് കേൾക്കുകയാണ്. അപ്പൊ അങ്ങനെ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നതാണ് റിഫ്ലക്ഷൻ. സൗണ്ടിന് അവിടെ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇവിടെ വന്നത് എന്നിട്ട് നമ്മൾ ലൈറ്റ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് പോവാറില്ലേ, റിഫ്ലക്ഷൻ പഠിച്ചിട്ടില്ലേ നിങ്ങൾ നേരത്തെ? അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്യുകയാണ്. അങ്ങനെ റിഫ്ലക്ഷൻ ഇവിടെ സംഭവിക്കുക. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇപ്പൊ എന്താണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പൈപ്പ് ബി ആൻഡ് ഡിഫറെന്റ് ആംഗിളിൽ, പല പല ആംഗിളിനകത്ത് ബി ചെയ്യാനാ പറയാം. എന്നിട്ട് ലിസൺ ചെയ്യാൻ നമ്മുടെ അവിടെ ടിക്കിങ് ചെയ്യുന്ന സൗണ്ട് അല്ലെങ്കിൽ ക്ലോക്കിന്റെ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ലിസൺ ചെയ്യാനാണ് പറയുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ടിക്കിംഗ് സൗണ്ട് ബീങ് ഹേർഡ് ഫ്രം ദ ക്ലോക്ക് ത്രൂ ദ പൈപ്പ് ബി എന്ന് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? അതിന് കാരണം എന്താണ്? റിഫ്ലക്ഷൻ. അതിന് കാരണം എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് എന്താണ്? സൗണ്ടിന്റെ പ്രതിപതനമാണ് കാരണം. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇവിടെയും പറഞ്ഞാണ് ഒരു നീളമുള്ള പൈപ്പ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിലൂടെ ഈ ക്ലോക്കിന്റെ ഇവിടെ നിന്നുള്ള സൗണ്ട് തട്ടിയിട്ട് ഇങ്ങോട്ട് പോവാണ്, ഈ ഗ്ലാസ് പ്ലേറ്റ് തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇതിലൂടെ ഈ ബിയിലൂടെ വരും, എയിലൂടെ പോയിട്ട് ഗ്ലാസ് പ്ലേറ്റ് തട്ടുന്നു, അതിനുശേഷം ബിയിലൂടെ വരും, ബി എന്നുള്ള പൈപ്പിലൂടെ വരും. അതിനുശേഷം എന്നാ സംഭവിക്കുന്നത്? ഈ കൊച്ചിന്റെ ചെവിയിലേക്ക് അത് കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കാരണം എന്താണ്? സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ബി എന്ന പൈപ്പിലെ വ്യത്യസ്ത കോണില് ഇവിടെ നമ്മൾ ഇതിന്റെ ആംഗിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രി, അതേപോലെ തന്നെ 40 ഡിഗ്രി, 50 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആംഗിളിൽ അവിടെ സെറ്റ് ചെയ്യാനാ പറഞ്ഞത്, ഈ ആംഗിളെ. അപ്പം ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ് മീൻസ് ആ അളവ് അവിടെ തമ്മിലുള്ള ആംഗിള്. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആംഗിളിലാക്കി അല്ലെങ്കിൽ ഡിഫറെന്റ് കോണിൽ വെച്ച് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? ആ ടിക് ടിക് എന്നുള്ള സൗണ്ട് നമുക്ക് ഈ ബി എന്നുള്ള പൈപ്പിലൂടെ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പം അതെന്തുകൊണ്ടെന്നാണ് പറഞ്ഞത്? അതിന് കാരണം എന്താണ്? ഈ പ്രകാശത്തിന്റെ പ്രതിപതനം എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പൊ പ്രകാശമല്ല, ശബ്ദത്തിന്റെ പ്രതിപതനം. ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയി. പ്രകാശത്തിന്റെ അല്ല, ശബ്ദത്തിന്റെ പ്രതിപതനം. ശബ്ദത്തിന്റെ പ്രതിപതനം കാരണമാണ് എന്ത് അവിടെ അങ്ങനെ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റിയത്. അപ്പൊ ഗ്ലാസ് പ്ലേറ്റ് നമുക്ക് തട്ടി പ്രതിപദിപ്പിക്കുന്നത് മൂലമാണ് ബി എന്ന പൈപ്പിലൂടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത്. അതാണ് ശരിക്കും ഇതിന്റെ ആൻസർ കേട്ടോ. ഈ പ്രതിപദിപ്പിച്ചു അല്ലെങ്കിൽ പ്രതിപദിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ദ സൗണ്ട് ഈസ് ഹേർഡ് ത്രൂ ദ പൈപ്പ് ബി ബിക്കോസ് ദ സൗണ്ട് വേവ് റിഫ്ലക്ട് ആഫ്റ്റർ ദ സ്ട്രിപ്പിംഗ് ദ ഗ്ലാസ് പ്ലേറ്റ്. അപ്പൊ നമുക്ക് ഈ ഗ്ലാസ് പ്ലേറ്റ് തട്ടിയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രതിപദിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് കേട്ടതെന്ന് പറഞ്ഞത്. ഓക്കെ, അത് കിട്ടിയില്ല. പിന്നെ അത് ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം അതാണെങ്കിൽ റഫ് സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുത്തുകൊള്ള നമ്മൾ ഭിത്തിയിലൊക്കെ വെച്ച് നോക്കാനാണ് പറഞ്ഞത്. ഇപ്പം നമ്മളെ തേക്കാത്ത ഭിത്തിയൊക്കെ ഇല്ലേ, അപ്പം തേക്കാത്ത ഭിത്തിനകത്തൊക്കെ അങ്ങനെ റഫ് ആയിട്ടുള്ള അടുത്ത് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ മിനുസായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. സ്മൂത്ത് സർഫസിനോട് എന്ത് സംഭവിക്കും? സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ട് ചെയ്യും, മോർ എഫിഷ്യന്റ് ദാൻ റഫ് സർഫസിനകത്ത് നമുക്ക് ഇവിടെ സൗണ്ട് ചിലപ്പോൾ കേട്ടുന്ന് വരും കേട്ടോ. ഈ റഫ് സർഫസിനകത്ത് സൗണ്ട് കേട്ടുന്ന് വരും, പക്ഷെ സൗണ്ട് കേൾക്കുന്നതിന്റെ തീവ്രത സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് കേൾക്കുന്നതിനേക്കാളും കുറവായിരിക്കും. അപ്പം സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് സൗണ്ട് മോർ എഫിഷ്യന്റ് ദാൻ എന്താണ് റഫ് സർഫസ്. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം. അപ്പം മിനുസമുള്ള പ്രതലങ്ങളാണ് പരുപരുത്തതായിട്ടുള്ള പ്രതലങ്ങളെ അപേക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ ശബ്ദത്തെ പ്രതിപദിപ്പിക്കുന്നത് കൂടുതലും ഏതാണ്? മിനുസമുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നോക്കിക്കേ. അപ്പം ഇതിനുള്ള എക്സാമ്പിൾസ്, ഇതിന് നമ്മളാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് എവിടേക്കാണ് ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, അപ്പം ഇത് എവിടേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൗണ്ട് ബോർഡിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള സീലിംഗ് കണ്ടോ, ഇവിടെ നമ്മൾ കണ്ടോ കർവ്ഡ് ആയിട്ടുള്ള സീലിംഗ്.
അപ്പൊ സൗണ്ട് ബോർഡിന്റെ ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അതല്ല തന്നെ കർവ്ഡ് ആയിട്ടുള്ള സീലിംഗ്. അപ്പം അത് അവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ വലിയ മൈക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ കേൾക്കാനൊക്കെ പറ്റുന്നത് ഈ കർവ്ഡ് ആയിട്ടുള്ള സീലിംഗ് കാരണം. നിങ്ങൾക്ക് പല അടുത്തും കർവ്ഡ് ആയിട്ടുള്ള സീലിംഗുകളിലൊക്കെ എക്കോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലെ? അതിനൊക്കെ കാരണം ഇതാണ് കേട്ടോ. അപ്പൊ എന്താണ് ദീസ് റിഫ്ലക്ട് സൗണ്ട് എന്താണ് ഓക്കെ, ദീസ് ഹെൽപ് ടു റിഫ്ലക്ട് സൗണ്ട് ഫ്രം എ സോഴ്സ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് ഓൾ പാർട്ട് ഓഫ് ദ ഹാൾ. അപ്പൊ ഇതെല്ലാം ഹാളിൽ എത്തും, അപ്പൊ എല്ലാവർക്കും എത്തും. അല്ലെങ്കിൽ നമ്മൾ നേരെ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിഫ്ലക്ട് എത്രയും ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും എത്തണമെന്നില്ല. പക്ഷെ കർവ്ഡ് ആയിട്ടുള്ള സീലിംഗും അത് നല്ല മിനുസമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ എല്ലാ ആളിലേക്കും എത്തുന്ന ഇപ്പൊ മൈക്ക് ഇല്ലെങ്കിൽ പോലും ചിലയിടത്താണെന്നുണ്ടെങ്കിൽ നല്ല സൗണ്ടിലെത്തില്ലേ, നല്ല സൗണ്ട് കേൾക്കാൻ പാടില്ല, എല്ലാവർക്കും എത്തില്ലേ. അതിനൊക്കെ കാരണം ഈ കർവ്ഡ് സീലിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലായില്ലേ? അപ്പൊ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൗണ്ട് ബോർഡുകൾ അതിന് ഒരു ഉപകരണമാണ്. ഈ ശബ്ദത്തിന്റെ പ്രതിപദനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് കേട്ടോ ഇത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഹാളുകൾ എന്താണ് വളച്ചു നിർമ്മിച്ചിരിക്കുന്ന സീലിംഗ്. ഹാളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളച്ചു നിർമ്മിച്ചിരിക്കുന്ന സീലിംഗ്, ഇത് ഇതേപോലെ വളച്ച സീലിംഗ് ഒക്കെ നിർമ്മിക്കുന്നത്. അതൊക്കെ ഇതിനെ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. അപ്പം അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഏരിയ ലിസ്റ്റ് ചെയ്തേക്കണം കേട്ടോ, ലിസ്റ്റ് ചെയ്തേക്കുന്ന ഇവിടെ. അപ്പം അതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ്ലി ഇത് സന്ദർഭങ്ങൾ ഏതാന്നുള്ളതായിരിക്കും ചോദ്യം വരും. ഇതാണ് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് എക്സാം പോയിന്റിനകത്ത്. ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ദെൻ ഈ ഭാഗം ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിഫ്ലക്ഷൻ തന്നെ, ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് തന്നെ ഒത്തിരി ആയിട്ട് ഇങ്ങനെ വീണ്ടും തട്ടിയായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. ആദ്യമേ ഇയാൾ ഇവിടെ നിന്നാണ് ഇയാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇവിടുന്ന് സംസാരിക്കുന്നത് ആദ്യം ഭിത്തി തട്ടി, പിന്നെ ഇവിടെ വന്ന് തട്ടി. മീൻസ് ആദ്യമേ എവിടെയാണ് തട്ടുന്നത് നോക്കിക്കേ, ഈ മറ്റേ സീലിംഗിൽ തട്ടി, അതിനുശേഷം ഇവിടെ ഭിത്തി തട്ടി, അതിനുശേഷം വീണ്ടും ഫ്ലോറിൽ തട്ടി, വീണ്ടും ഭിത്തി തട്ടുന്നു. അതിനുശേഷം എന്താണ്, ഈ ഫ്ലോറിനുള്ളത് തന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഇയാൾക്ക് അടുത്തേക്ക് വരുവാണെങ്കിൽ ഇയാളുടെ ചെവിയിലേക്ക് തന്നെ വീണ്ടും വരുവാണ് അല്ലെ. അപ്പം ആ രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇത് മുകളിലേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു, ആ ടൈപ്പ് രീതിയിൽ പല പല ഭാഗങ്ങളിലോട് തട്ടുന്നുണ്ട് അല്ലെ. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ഭാഗങ്ങളിൽ തട്ടുവാണ്, ഒത്തിരി ഭാഗങ്ങളിൽ തട്ടി, അല്ലെങ്കിൽ ഒത്തിരി ഭാഗങ്ങളിൽ തട്ടി അത് റിഫ്ലക്ട് ചെയ്യുവാണ്. ഓക്കെ, പ്രതിപദനം എന്താണ് സംഭവിക്കുന്നത്, മീൻസ് നമ്മുടെ ഇവിടെ എന്താണ് ആവർത്തനമാണ് സംഭവിക്കുന്നത്. പ്രതിപദനം എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇവിടെ വീണ്ടും ആവർത്തിക്കാം, ഒത്തിരി നമ്മുടെ റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് പറയാം. സംഭവം കിട്ടിയില്ലേ? അപ്പം ഇതെന്താണ്, റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള സൗണ്ട് വേവ് എന്താണ്, റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് എന്താണ്, തെറ്റാണെന്നുകൊണ്ട് റിഫ്ലക്റ്റഡ് വീണ്ടും അഗെയിൻ, അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് പ്രതിപദിച്ചു വരുന്ന ശബ്ദ തരംഗങ്ങൾ വീണ്ടും എന്താണ് പ്രതിപദനത്തിനാണെന്നുണ്ടെങ്കിൽ വിധേയമാകുന്നതാണ്. അതാണ് എന്തെന്ന് പറയുന്നത്, ശബ്ദത്തിന്റെ ആവർത്തനം പ്രതിപദനം. അതിനാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപദനം എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപദനം, അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയുന്നു, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. അത് കിട്ടിയല്ലോ. ദെൻ എക്കോ എന്താണെന്ന് നോക്കാം. അപ്പൊ ഇനി എക്കോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എക്കോ എന്ന് പറയുന്നത് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, വൈൽ സ്പീക്കിംഗ്. ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ചിലയിടത്ത് സംസാരിക്കുമ്പോൾ ആ സൗണ്ട് തന്നെ നമുക്ക് തന്നെ തിരിച്ച് വീണ്ടും കേൾക്കുന്ന പോലെ തോന്നാറില്ലേ, നമ്മുടെ ചെവിയിലേക്ക് വീണ്ടും ഒരു ഇച്ചിരി നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ചെവിയിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ലേ, അതിനാണ് എക്കോ എന്ന് പറയുന്നത് കേട്ടോ. എക്കോ ഇസ് ദ സൗണ്ട് ഹെഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഇനിഷ്യൽ സൗണ്ട്. ആ ഇനിഷ്യൽ സൗണ്ടിന് റിഫ്ലക്ഷൻ കാരണം തന്നെയാണ് എക്കോയും ഉണ്ടാവുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കണേ. പ്രതിധ്വനി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രതിധ്വനി. കാരണം പ്രതിധ്വനിയാ, വീണ്ടും ധ്വനിക്കുന്നു എന്നാണ് സംഭവം. ഓക്കെ, അപ്പൊ നമ്മള് ഇതെന്താ നോക്കിക്കേ, നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എക്കോ എന്താന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വൈൽ സ്പീക്കിംഗ് എ ലൗഡ് ഇൻ എ ക്ലോസ്ഡ് ആൻഡ് എംപ്റ്റി ഹാൾ ആൻഡ് കോളിംഗ് ഓർ ക്ലാപ്പിംഗ് ലൗഡർലി അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം എ ഗ്രേറ്റ് മൗണ്ടൻ. ഇതൊക്കെ എവിടേക്കാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഭാഗങ്ങളിലേക്കാണ് ഉണ്ടാവും, നമ്മളാണെന്നുണ്ടെങ്കിൽ സ്പീക്ക് ചെയ്യുന്നത്, നല്ല സംസാരിക്കും, ഒച്ചത്തിൽ സംസാരിക്കുവാണ്, അതെവിടെ ക്ലോസ്ഡ് ആയിട്ടും എം ടി ആയിട്ടുള്ള ഹാളില്, അതുപോലെ ക്ലാപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോഴോ എന്താണ് ഒരു ഗ്രേറ്റ് മൗണ്ടന്റെ അടുത്ത് നിന്നൊക്കെ ലൗഡായിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പറ്റാറുണ്ട് അല്ലെ. ഓക്കെ ഓക്കെ ഇതാണ് ഇതിനെ പറയുന്ന ഫിനോമിന ഏതാണെന്ന് നിങ്ങൾ ചോദിക്കുന്നത്. ആ ഫിനോമിനയാണ് എന്തെന്ന് പറയുന്നത്, എക്കോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അന്ന് ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം
ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് അടച്ചിട്ടിരിക്കുന്നതും ഒഴിഞ്ഞു കിടക്കുന്നതുമായ വലിയ ഹാളുകളിൽ എന്താണ് ഉച്ചത്തിലാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോഴും വലിയ മലകളുടെ അകലത്തിൽ നിന്ന് ഉച്ചത്തിൽ നിന്ന് വിളിക്കുകയോ കൈകൊട്ടി വിളിക്കുകയോ അല്ലെങ്കിൽ കൈകൊട്ടുകയോ ചെയ്യുമ്പോൾ എന്താ അത് അല്പസമയത്തിന് ശേഷം അതേ സൗണ്ട് നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റും ഇല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത് എക്കോ എന്ന പ്രതിഭാസം. അപ്പൊ എക്കോ എന്താന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ആദ്യ ശബ്ദം പ്രതിഫലിച്ചതിന് ശേഷം വീണ്ടും വ്യക്തമായി കേൾക്കണമെങ്കിൽ എന്താണ് കേൾക്കണമെങ്കിൽ പ്രതിപദനം ശ്രവിച്ചതിൽ നിന്ന് ചുരുങ്ങിയത് എത്ര അകലം ആയിരിക്കണമെന്ന് നോക്കണം. ഓക്കെ, എത്ര ആയിരിക്കണം നമുക്ക് നോക്കാം. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദത്തിൽ നിന്ന് ഒരു ശബ്ദം നമ്മിൽ നിന്ന് ഉണ്ടാകുന്ന ശ്രവണ അനുഭവമാണെന്നുണ്ടെങ്കിൽ 1/10 എന്താണ് 10 അല്ലെങ്കിൽ 10 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ചെവിയിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് 0.1 സെക്കൻഡ് നിങ്ങളുടെ ചെവി തന്നെ തങ്ങി നിൽക്കും. ആ ചെവി തങ്ങി നിൽക്കുന്നതിന് ആ സമയം തന്നെ വേറൊരു സൗണ്ട് ഇത് പ്രതിഫലിച്ച് നിങ്ങളുടെ വീണ്ടും ചെവിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിച്ചോളൂ. അപ്പം നമുക്ക് ഈ 0.1 സെക്കൻഡ് നിങ്ങളുടെ ചെവി തന്നെ ഇങ്ങനെ ഇത് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ശ്രവണ സ്ഥിരത. അതിനാണ് എന്തെന്ന് പറയുന്നത് ശ്രവണ സ്ഥിരത എന്ന് പറയും. അതിനാണ് എന്തെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു ശബ്ദം നമ്മുടെ ചെവി പതിച്ചു കഴിഞ്ഞാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് തന്നെ ഈ സൗണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കേൾക്കാം നമുക്ക്, അല്ലെങ്കിൽ വേറൊരു സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പൊ ആ രണ്ട് സൗണ്ടും ഒരുമിച്ച് കേൾക്കുന്ന ഒരു പ്രതീതി നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. സംഭവം കിട്ടിയോ? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഓക്കെ, ദെൻ ഇനി അടുത്ത നോക്കിയേ. ഓക്കെ, ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം ശ്രവിച്ച് ചുരുങ്ങിയത് എത്ര സമയം ശേഷമാണ് പ്രതിധ്വനി കേൾക്കാൻ പറ്റുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു 0.1 സെക്കൻഡിന് ശേഷമായിരിക്കും കേൾക്കാൻ പറ്റുന്നത്. നമുക്കത് ഇങ്ങോട്ടേക്ക് ഒന്ന് പോവാം. ഓക്കെ, നമുക്കത് കേൾക്കാൻ പറ്റുന്ന ഇത് എത്രയാണെന്ന് നോക്കാം. ഇനി ഓഡിറ്ററി എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട് പെർസിസ്റ്റ് ഫോർ എത്രയാണ് എബൌട്ട് 1/10. ഓക്കെ, 1/10 ഓഫ് എ സെക്കൻഡ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 സെക്കൻഡ് നമ്മുടെ ചെവി തന്നെ അത് നിൽക്കും. ആ ഒരു സൗണ്ട് നമ്മൾ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് നമ്മുടെ ചെവിയിൽ 0.1 സെക്കൻഡ് എത്ര നേരം നിൽക്കുന്നുണ്ടെന്ന്. ഒരു സെക്കൻഡ് അല്ല, 0.1 സെക്കൻഡ് അത്ര നിൽക്കുന്നുണ്ടെന്ന്. ഓക്കെ, അതിനാണ് എന്തെന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് വേറെ ഒരു ഇതും കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, സംഭവം കിട്ടിയല്ലോ. ഇത് എത്രയാണ് 0.1 സെക്കൻഡ് ആണ് നമുക്ക് എക്കോ കേൾക്കാൻ പറ്റുന്നത് ആഫ്റ്റർ ദ ഫസ്റ്റ് സൗണ്ട്. ദെൻ ഹൗ ഫാർ ഡസ് ദ എന്താണ് ട്രാവൽ. അപ്പൊ ഹൗ ഫാർ ഡസ് ദ സൗണ്ട് ട്രാവൽ ഡ്യൂറിങ് ദിസ് ടൈം. ഇപ്പൊ കൺസിഡർ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ ദ എയർ എന്ന് പറഞ്ഞ എത്രയാണ് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് നമ്മൾ എടുക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഈക്വൽ ടു എന്തെന്നാ പഠിച്ചാണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ നിർത്തിയിട്ട് ഈ ടൈമിന് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇൻറ്റു ആയി പോകും. അപ്പൊ സ്പീഡ് ഇൻറ്റു ടൈം എന്നായി കിട്ടി. അതാണ് ഇവിടെ കൊടുത്താണ് ഇക്വേഷൻ കേട്ടോ. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് സ്പീഡ് എത്രയാന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റിനിൽ തന്നെ. ദെൻ സമയം എത്രയാന്ന് നമുക്കറിയാം 1/10 ആണ് സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈ സീറോയും ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ് 35 മീറ്റർ ആണ്. അപ്പൊ എല്ലാം SI യൂണിറ്റിലാണ് എടുത്തേക്കണെന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. ശബ്ദത്തിന്റെ ദൂരം നമ്മൾ ഇതേ വീണ്ടും തന്നെ ദൂരം എന്ന് പറയുന്നത് വേഗം ഇൻറ്റു സമയമാണ്. അപ്പൊ എത്ര കിട്ടി നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കറിയാം 1/10 സെക്കൻഡ് ആണ്. ഇന്ന് നമുക്കറിയാം അല്ലെ 1/10 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ എത്ര കിട്ടി 35. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇനി പ്രതിധ്വനി കേൾക്കണമെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ പ്രതിപദനം ചുരുങ്ങിയത് എത്രയാണ് 35ന്റെ പകുതി ആയിട്ടുള്ള 17.5 അകലെ ആയിരിക്കണം. ഇപ്പം ഇതൊരു കുട്ടിയാണ്. ഈ കുട്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ സൗണ്ടിന് എത്ര 35 മീറ്റർ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രതിപദനം നടക്കുന്ന ഇതിന്റെ പകുതി ആയിട്ടുള്ള 17.5 അപ്പൊ 17.5 അകലെങ്കിലും ആയിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതിപദനമാണെന്നുണ്ടെങ്കിൽ 17.5 കൂടുതലാണെങ്കിൽ അതേ സൗണ്ട് വീണ്ടും എന്ത് ചെയ്യാം വേർതിരിച്ച് കേൾക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. അപ്പം അത്രയും ആണെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ വീണ്ടും എന്താണ്
ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത്. ചുരുങ്ങിയത് എത്രയാവണം? 30ന്റെ പകുതിയായ ഇത്രയും അകലത്തിലെങ്കിലും പോയിട്ട് വേണം അത് പ്രതിഫലിക്കാൻ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യാൻ. അങ്ങനെയാണ്. ഇതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതേ സൗണ്ട് എന്തായാലും നമുക്ക് കേൾക്കാൻ പറ്റും, വേർതിരിച്ച് കേൾക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ എക്കോ ടു ബി ഹേർഡ് റിഫ്ലക്ട് ദ സർഫസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഇപ്പം ഇവിടെ നിൽക്കുന്ന കൊച്ചിന്റെ സൗണ്ടിന് പോകാൻ പറ്റുന്നത് 35 കരുതിക്കും. അതിന്റെ പകുതി ആയിട്ടുള്ള 17.5 ദൂരം എങ്കിലും മിനിമം പോയാൽ മാത്രമേ നമുക്ക് അത് കേൾക്കാൻ പറ്റൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. മിനിമം പോകണം, അല്ലെങ്കിൽ അതിൽ കൂടുതലോ പോകണം. കൂടുതലോ പോയിട്ട് റിഫ്ലക്ട് ചെയ്യണം. അങ്ങനെ റിഫ്ലക്ട് ചെയ്താൽ മാത്രമാണ് എന്തെന്ന് പറ്റുന്നത് നമുക്ക് സൗണ്ടിനെ നമുക്ക് എക്കോ ആയിട്ട് വീണ്ടും നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചോദ്യം നോക്കാം. എനിക്ക് ഒരു കതിനവെടിയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? പൊട്ടിക്കുന്നതിന്റെ പ്രതിധ്വനിയാണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ച ആൾ തന്നെ കേൾക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നതാണെന്നുണ്ടെങ്കിൽ എക്കോ ഓഫ് ദ ഫയർ സ്റ്റാർക്കർ ഈസ് കതിന എന്ന് പറഞ്ഞാൽ ഈസ് ഹേർഡ് ആഫ്റ്റർ 1 സെക്കൻഡ് ബൈ ദ പേഴ്സൺ ഹു എന്താണ് ബ്രസ്റ്റ് റീറ്റ്. അപ്പൊ ഇത് പൊട്ടിച്ച ആളുടെ തന്നെ വീണ്ടും അത് കേൾക്കുവാണ്. അപ്പം അങ്ങനെ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ എത്ര ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റീവ് സൗണ്ട് ഫ്രം ദ പേഴ്സൺ ഹിയർ ദ എക്കോ. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് എത്ര ദൂരം ത്തിലാണ് ഇത് റിഫ്ലക്ട് ചെയ്തതെന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ്? പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്ന് പ്രതിഫലനം എത്ര അകലെയായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മളോട് എടുക്കാൻ പറയുന്നത് സ്പീഡ് ഓഫ് ദ എയർ എന്ന് പറഞ്ഞ സ്പീഡ് ഓഫ് ദ സൗണ്ടിന്റെ എയർ എന്ന് പറഞ്ഞ എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ നമ്മൾ എടുത്തതാണ് ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗം എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം പ്രതിപതന തലത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അകലം ഡി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ലെറ്റ് ഡി ബി ദ ഡിസ്റ്റൻസ് ടു ദ എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഡിസ്റ്റൻസ് ടു ദ ഇപ്പം ഇതാണ് ആള് മറ്റേ കതിനവെടി പൊട്ടിച്ച ആളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാന്ന് എഴുതിക്കും. റിഫ്ലക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചാണ് റിഫ്ലക്ട് അതിന് ശേഷമാണ് ഇങ്ങോട്ട് കേൾക്കുന്നത്. ഇതിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ വെച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ എഴുതിക്കും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരത്തിൽ നമ്മൾ ഡി എന്ന് പറയുന്നു. ഡി വെച്ച് നമ്മൾ എടുത്തിരിക്കുന്നു. ദെൻ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സൗണ്ട് ടു ബി എന്താണ്? 2D ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇവിടെ തട്ടിയിട്ടാണല്ലോ റിഫ്ലക്ട് ചെയ്യുന്നത്. മീൻസ് ഇതാണ് ആള്. ഈ ആള് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുവാണല്ലോ. അപ്പൊ 2D ആയിട്ട് ഇത് ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഇത്. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട്, തിരിച്ച് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇങ്ങോട്ടും പോകുന്നുണ്ട്, തിരിച്ച് ഇങ്ങോട്ടും വരുന്നത്. അതുകൊണ്ടാണ് 2D എന്ന് എടുത്തതാണ് കേട്ടോ. ഇപ്പൊ 2D എന്ന് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? അപ്പൊ നമുക്കാണ് സ്പീഡ് ഓഫ് ദി സൗണ്ട് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്ന് എഴുതാം. അപ്പൊ എന്താണ്? വി ഈക്വൽ ടു 2D ബൈ ടി. 2D ബൈ ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്തുന്ന ഡി ആണ്, ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എഴുതണ്ടേ. അപ്പൊ എന്ത് നമുക്ക് എഴുതാം? ഈ വിന്റെ അടുത്തേക്ക് നമുക്ക് എന്തിനെ കൊണ്ടുപോകാം? ടീനെ കൊണ്ടുപോകാം. അപ്പൊ ബി ഇൻറ്റു ടി ബൈ 2 എന്ന് വരും. കാരണം ഇവിടെ 2 മാത്രമാണല്ലോ കിടക്കുന്നത്. ആ 2നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, അടിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഡി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ വി നമുക്ക് തന്നിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻറ്റു ടൈം ആണ് നമുക്ക് ചെയ്യേണ്ടത്. ടൈം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 1 സെക്കൻഡ് ആണ്. അപ്പൊ 1 ആണ്. ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 175 മീറ്റർ ആണ്. 175 മീറ്റർ ആണ്. സംഭവം കിട്ടിയല്ലോ. അപ്പൊ നമുക്കറിയാം ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ 2D ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ 2D എടുത്തു. അപ്പൊ വി ഈക്വൽ ടു എന്തായി? 2D ബൈ ടി എന്ന് കൊടുത്തു. നമുക്കറിയാം ആകെ സഞ്ചരിച്ച ദൂരം ബൈ എന്താണ്? ടി ആണ് നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്നൊക്കെ പറയാൻ സംഭവം കിട്ടുന്നത്. ഓക്കെ, അപ്പം ദൂരം നമ്മൾ എഴുതി. ദെൻ അടുത്ത എന്താണ്? നമുക്കറിയാം ഇനി നമുക്ക് ഡി ആണ് എഴുതേണ്ടത്. ഈ ഡീനെ ഇവിടെ തന്നെ നമ്മൾ നിർത്തുക. ഈ ഡീനെ നമ്മൾ എന്താണ്? അവിടെ തന്നെ നിർത്തുക. അവിടെ തന്നെ ഈ ഡീനെ നിർത്തുവാണ്. നമുക്ക് ടീനെ ഇങ്ങോട്ട് ഉണ്ട്. അപ്പൊ വി ഇൻറ്റു ടി വന്നു. ദെൻ അതിനുശേഷം ഈ 2നെ അടിയിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ അടിയിലേക്ക് കൊണ്ടുവന്നപ്പോ എന്താണ്? അവിടെ ഡി മാത്രമായിട്ട് കിട്ടി. ഡി ആയിട്ട് നമ്മൾ അവിടെ എഴുതി വെച്ചു. ദെൻ വിയും ടിയും ഇൻറ്റു ചെയ്യുക. അതെന്താണ്? 350 ഇൻറ്റു 1 350 തന്നെയാണ്. ദെൻ അടിയിൽ എന്താണ്? 2 ഉണ്ട്. അപ്പൊ 2. അപ്പൊ 2 ഇതിലായിട്ട് ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 175 മീറ്റർ. അതാണ് അകലം. ഓക്കെ, പ്രതിഫലിച്ചതിന്റെ അകലം. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അടുത്തേക്കണ ചോദ്യം എന്താണെന്ന് നോക്കിക്കുകയും വാട്ട് വുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ദ എക്കോ ഇൻ ദ വാട്ടർ. ഇത് വാട്ടറിനകത്താണ്. അവിടെ നമുക്കാണെന്ന് വേണ്ടി തന്നേക്കണ എത്രയാണ്?
1480 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടെയുള്ള വാട്ടറിനകത്തുള്ള സ്പീഡ് എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, വാട്ടറിനകത്തുള്ള സ്പീഡ് നമുക്ക് തന്നിങ്ങനെ അത്രയുമാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതെടുത്ത് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ടൈം എത്രയാണ് നമുക്ക് എടുക്കണ്ടേ. നമുക്ക് ഓക്കെ, ടൈം നമുക്ക് 1 തന്നെ എടുക്കാം. ടൈം നമുക്ക് 1 തന്നെ എടുക്കാം. അല്ല 0.1 അല്ല, 1 വിത്ത് മിനിമം. ഓക്കെ, നമുക്ക് ടൈം ഇപ്പൊ നമുക്ക് അന്നത്തെ തന്നേക്കണതാണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് എന്നല്ലേ പറഞ്ഞേണേ. അപ്പൊ വാട്ട് വുഡ് ബി ദ മിനിമം. അപ്പൊ നമുക്ക് 1 സെക്കൻഡ് തന്നെ എടുത്തേക്കാം അല്ലെ. 1 സെക്കൻഡ് എടുക്കാം. ഇപ്പൊ 1 സെക്കൻഡ് തന്നെ എടുത്തേക്കാം. ഇവിടെ നമുക്ക് 1 സെക്കൻഡ് തന്നെ എടുത്തേക്കാം. ഇവിടെ നമുക്ക് സെക്കൻഡിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ നോക്കിക്കേ. ജലത്തിൽ വെച്ച് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ചുരുങ്ങി നമുക്ക് ആ സ്ഥലം അത് മാത്രമേ അത് തന്നിട്ടുള്ളൂ. ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കാൻ നമുക്ക് 1 സെക്കൻഡ് ഉണ്ട്. ജലത്തിൽ വെച്ച് ഇവിടുത്തെ ഇതിന്റെ ബാക്കിയായിട്ടുള്ള രീതിയിലല്ല. ഇപ്പൊ നമുക്ക് 1 സെക്കൻഡ് ഉണ്ട്. ജലത്തിനുള്ളിൽ വെച്ച് ധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സിൽ നിന്ന് പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങി ഇത്ര അകലം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് മീറ്റർ സെക്കൻഡ് ആയിട്ടുള്ള സ്പീഡ് മാത്രം. അപ്പൊ നമുക്ക് 1 എടുക്കാം. ഇപ്പം 1 എടുക്കാം. 1 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, ഇപ്പൊ ഇഷ്ടമുള്ള സംഖ്യ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്കൻഡ് എടുക്കാം കേട്ടോ. ഇപ്പൊ ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എടുത്തു. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടില്ലല്ലോ, നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾക്ക് 1 എന്ന് വന്നുകൊണ്ട് നമുക്ക് 1 എടുക്കാം. ഞാൻ ഇവിടെ ചെയ്യുവാണ് കേട്ടോ. ഞാൻ ഇവിടെ അപ്പുറത്തെ ആൻസർ എഴുതിക്കോളാം. ഇവിടെ നമുക്ക് എഴുതേണ്ട കാര്യം, ടൈം ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ് ആണ്. ഡി ഈക്വൽ ടു എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം. ഡി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ 2D ആണ് കേട്ടോ. നമുക്ക് 2D എന്ന് എഴുതി വെച്ചോ. 2D കേട്ടോ. അപ്പം 2D എന്ന് എഴുതി. അപ്പൊ നമുക്കറിയാം 1480 ഇൻറ്റു 1 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1480 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി ഡി ഈക്വൽ ടു എത്രയാണ്, ഇവിടെ നമ്മള് 1480/2 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് 740 മീറ്റർ എന്ന് കിട്ടും. 740 മീറ്റർ. ഇപ്പം ഇവിടെ ആൻസർ 740 മീറ്റർ ആണ് കേട്ടോ. 740 മീറ്റർ. ഇപ്പൊ നമ്മളാണെങ്കിൽ 0.1 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ആൻസർ 74 കിട്ടും. ഇപ്പൊ ഇനി നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ്, നമുക്ക് ഇവിടുത്തെ ടൈം വേണമെന്നുണ്ടെങ്കിൽ 5 എടുക്കാം, 6 എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 മിനിറ്റ് എടുക്കാം, 6 മിനിറ്റ് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിനിറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 6 ഇട്ട് നോക്കി ചെയ്ത് നോക്കുക. ഇപ്പൊ ചെയ്ത പോലെ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അനുരണനം എന്നുള്ള സംഭവമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് അനുരണനം എന്ന് നോക്കാം അല്ലെ. ഓക്കെ, നമുക്ക് അടുത്ത അതിലേക്ക് പോവാം. ഓക്കെ, ഇവിടുത്തെ നമ്മൾ ആൻസർ ചെയ്തില്ലേ. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ആൻസർ ചെയ്തേക്കാം. 740 മീറ്റർ എന്നുള്ള കാര്യം എഴുതി വെച്ചേക്കാം. ഓക്കെ, എത്രയും കിട്ടിയില്ല. ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് ഒഴിഞ്ഞ മുറിയിൽ നിന്ന് ശബ്ദം ഉണ്ടെങ്കിൽ മുഴക്കം അനുഭവപ്പെടാറില്ലേ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഒഴിഞ്ഞ മുറിയിൽ നിന്നും ശബ്ദം ഉണ്ടാക്കിയാലാണെന്നുണ്ടെങ്കിൽ ഒരു മുഴക്കം കേൾക്കാൻ പറ്റില്ലേ. ഒരു മുഴക്കം കേൾക്കാൻ പറ്റില്ലേ. ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ കർണാടകയിലാണെന്നുണ്ടെങ്കിൽ ഒരു ബീജാപുരിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗോൾഡ് കുംബസ് എന്നുണ്ടെങ്കിൽ മർമര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ശബ്ദം ഭയങ്കരമായിട്ട് ഗാലറിയിലാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ആവർത്തിച്ച് കേൾക്കുന്നു. അതിന് കാരണം നമുക്കറിയാം എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലാക്ഷൻ ആണ് കാരണം എന്ന് നമുക്കറിയാം അല്ലെ. അപ്പം അനുരണനം ആണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പം ഒരു ശബ്ദത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർത്തന പ്രതിഫലനം, ഇപ്പൊ ആവർത്തിച്ചാണെങ്കിൽ പ്രതിഫലനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അതും മെല്ലെ മെല്ലെ കുറഞ്ഞായിട്ട് ആ മുഴക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറഞ്ഞതുമായ മുഴക്കമാണ് അനുരണനം എന്ന് പറയുന്നത്. മെല്ലെ കുറയുന്നതായ മുഴക്കമാണ്. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇക്കോ പോലെ നമുക്കത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും. അതിനുശേഷം അതിന്റെ ഇത് പതുക്കെ ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. അതാണ് എന്തെന്ന് പറഞ്ഞ അനുരണനം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് റിവർബ്രേഷൻ എന്ന് പറയും കേട്ടോ. ഓക്കെ, റിവർബറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ കർണാടകയിലുള്ള കാര്യം, ഗോൾ കുംബസ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ബീജാപൂർ ആണ്, കർണാടകയിലാണ്. ജസ്റ്റ്
ചിലപ്പോൾ ചോദിച്ചേക്കാം എക്സാമിന്. എന്നാലും നിങ്ങൾ നാളെ ആർന്ന് വെക്കുക ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, റീബർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവർബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ലിങ്കറിങ് ഓഫ് സൗണ്ട് ആണ്. ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ്, നമ്മളാണെന്നുണ്ടെങ്കിൽ വീണ്ടും കേട്ടതിന് ശേഷം വീണ്ടും നമ്മളാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ പതുക്കെയായിട്ട് കേൾക്കുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ദ സൗണ്ട്. അപ്പോൾ അത് കാരണം എന്താ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ദ ബൂം ഓഫ് ദ ബൂം ഫെയ്ഡ് ചെയ്യുന്നുണ്ട് ഗ്രാജുവലി. അതെങ്ങനെയാണ് ഗ്രാജുവലി ഇങ്ങനെ നമുക്കത് ഇപ്പം ഞാനത് ഇങ്ങനെയൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പൊ നമ്മൾ പറയാം ഹലോ 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 എന്നൊക്കെ പറഞ്ഞ കേൾക്കാൽ. ഹലോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഹലോ എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഹലോ 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 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഈ ടൈപ്പ് രീതിയിൽ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പതുക്കെ പതുക്കെ ആദ്യമേ ഹലോ എന്ന് ഭയങ്കര വെച്ച് പിന്നെ ഹലോ 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 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടില്ലേ? ആ ടൈപ്പ് രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം മൈക്ക് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ ടൈപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഈ ടൈപ്പ് രീതിയിൽ വരുന്നതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയാം. അപ്പം അതെന്താണ്, നമുക്ക് മനുഷ്യർക്ക് ഇങ്ങനെ കേൾക്കാം. അപ്പൊ നമുക്ക് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്, 20 ഹെഡ്സ് തൊട്ട് ആണെന്നുണ്ടെങ്കിൽ 20,000 ഹെഡ്സ് വരെയാണ് അപ്പൊ മനസ്സിന് കേൾക്കാൻ പറ്റുന്നത്. അതിനുശേഷം 20,000 മുകളിലുള്ളതെല്ലാം അൾട്രാസോണിക്കും 20 ഹെഡ്സിന് താഴെയുള്ളതാണെങ്കിൽ ഇൻഫ്രാസോണിക്കുമാണ്. അപ്പൊ അതിനകത്താണ് സീസ്മിക് വേവ്. ഇതൊക്കെ സുനാമി ഉണ്ടാക്കുന്ന നമ്മുടെ എർത്ത് ക്യൂക്കിനൊക്കെ കാരണമായിട്ടുള്ള വേവ് ആണ്. അപ്പൊ ഡോഗിനാണെന്നുണ്ടെങ്കിൽ 20 ഹെഡ്സ് തൊട്ട് അൾട്രാസോണിക് ഒക്കെ കേൾക്കാൻ പറ്റും. ഈ അൾട്രാസോണിക് ആയിട്ടുള്ള ഉപകരണം വെച്ചിട്ടാണ് അതിന്റെ വിസിൽസ് ഒക്കെ ഉണ്ട്. ആ വിസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡ്രോഗ്സിന് ട്രെയിൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ പീജിയനാണെന്നുണ്ടെങ്കിൽ സീസ്മിക് വേവ് തൊട്ട് എത്രയാണ് 20,000 ഹെഡ്സ് വരെ കേൾക്കാം. അപ്പം ഈ പീജിയനൊക്കെ ഇപ്പം നിങ്ങൾ പറയാറുണ്ട് കേട്ടിട്ടില്ല, ഈ എർത്ത് വരുമ്പം പക്ഷികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരും ഈ പീജിയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറന്ന് പോകുന്നതാണ്. ഇവരെല്ലാം നേരത്തെ മുൻകൂട്ടി അറിയും എന്നൊക്കെ പറഞ്ഞു നിൽക്കാറില്ലേ? അപ്പൊ നമ്മള് പണ്ടുള്ള ആളുകളൊക്കെ പറയണേക്കാൻ വേണ്ടി ഈ പക്ഷികൾക്കൊക്കെ നേരത്തെ അറിയാൻ പറ്റും അങ്ങനെയാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, മൃഗങ്ങൾക്കൊക്കെ. അപ്പം എന്തോ സംഭവിക്കുന്നു, പീജിയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും സൗണ്ട് കേൾക്കാം. 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ട് ഒക്കെ അവർക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ആകെ 20 ഹെഡ്സിന് മുകളിൽ തൊട്ട് 20,000 ഹെഡ്സിന് താഴെ വരെ ഉള്ളതാണ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെയാണെന്നുണ്ടെങ്കിൽ എൽഫന്റ്, മോന്ത്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ, ഇപ്പം ചിത്രശലഭം ഒക്കെ പോലെ ആയിട്ടുള്ള സംഭവമാണ് നിശാശലഭം എന്നൊക്കെ പറയും. അതിൽ ബാറ്റ്, അതേപോലെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ക്യാറ്റ്, അവർക്കൊക്കെ കേൾക്കാൻ പറ്റുന്നത് ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ചില ക്യാറ്റിനാണെന്നുണ്ടെങ്കിലും ബാറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏകദേശം എലിഫന്റ് ഏകദേശം നമ്മുടെ സെയിം ആണ്, പക്ഷെ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. ക്യാറ്റിനാണെന്നുണ്ടെങ്കിൽ എന്താണ് അൾട്രാസോണിക് ഇച്ചിരി കേൾക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇച്ചിരി അൾട്രാസോണിക് ആണെന്നുണ്ടെങ്കിൽ ആർക്കും കേൾക്കാം, എലിഫന്റിനും കേൾക്കാൻ പറ്റും. ഇൻഫ്രാസോണിക്കിനകത്തും ഇച്ചിരി എലിഫന്റിന് കേൾക്കാൻ പറ്റും. അപ്പം ഇച്ചിരി വലിയ ആനയുടെ വലിയ ചെവിയാണെന്നൊക്കെ പറയുന്നത് രണ്ടും കേൾക്കാൻ പറ്റും അല്ലെ? ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം നമ്മുടെ മനുഷ്യരുടെ കാര്യമാണ്. നമ്മളിവിടെ ചോദിച്ചിരുന്നത് ഇത് ഓർത്ത് വയ്ക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാനാണ്. അതിന്റെ തീവ്രത എത്രയാണ്? 30,000 ഹെർട്സ് ഒക്കെയാണ്. അത് ഓർത്ത് വെക്കണം. ഇതെല്ലാം ഞാൻ ഇമ്പോർട്ടന്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഇമ്പോർട്ടന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണേ. ഞാൻ ഇമ്പോർട്ടന്റ് കാര്യം മറന്നു പോകുന്നുണ്ട് ഇപ്പം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം. ഇപ്പം മനുഷ്യനെ ശ്രവിക്കാൻ പറ്റുന്നത് നിശാശലഭങ്ങൾക്ക്, നായ്ക്കൾക്ക്, ഭൂകമ്പം, പ്രാവുകളുടെ കാര്യം, ആനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, വവ്വാലുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പൂച്ചകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നായകളെ ഏതാണ് ഗാൾട്ടൻ എന്ന് പറഞ്ഞത്? ഗാൾട്ടൻ വിസിലാണ്. അത് ഏത് വിസിലാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അത് എത്രയാണ്? 30,000 ഹെഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 30,000 ഹെഡ്സിന്റെ ആയിട്ടുള്ള ഏകദേശം അത്രയും ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ട് കേട്ടോ. ഓർത്ത് വെക്കണേ. അപ്പൊ നമുക്ക് ഈ സൗണ്ട് നമുക്ക് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. സോറി, നോ. ഇവിടെ കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഇല്ല. ഓക്കെ ഓക്കെ അനി അടുത്ത ചോദ്യം എന്താണ്? there are high and low frequency sound in the nature, but the human can എന്താണ് hear the sound of all frequency, but cannot hear the all sound of frequency. നമുക്ക് മനുഷ്യർക്ക് എല്ലാ സൗണ്ട് ആയിട്ടുള്ള കേൾക്കാൻ പറ്റില്ല. that is a limit of range of frequency of sound that human can hear. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ചില ആയിട്ടുള്ള ഫ്രീക്വൻസിനകത്തുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഇതാണ് കേൾക്കാൻ പറ്റുന്നത്. ഫോർ എ പേഴ്സൺ വിത്ത് നോർമൽ ഹിയറിംഗ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ഹെർട്സും. അപ്പർ ലിമിറ്റ് എത്രയാണ്? അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ഹെഡ്സുമാണ്, അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ് ആണ് കേട്ടോ.
ഇപ്പൊ സൗണ്ട് വിത്ത് ദ ഫ്രീക്വൻസി ബിലോയും അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതിനാണ് ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞത്. അതുപോലെ നമുക്ക് മുകളിലായിട്ടുള്ള 20,000 ഹെർട്സിന് മുകളിലായിട്ടുള്ള നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതാണ് അൾട്രാസോണിക് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത് ഞാൻ ഒരു ഷെയ്ഡ് ഇട്ട് വെച്ചേക്കാം. ഇവിടെ നമുക്ക് എ പേഴ്സൺ ക്യാൻ ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഹ്യൂമൻ കനോട്ട് ഹിയർ ദ ഓൾ ഫ്രീക്വൻസി, അത് ഓർത്ത് വെക്കുക. ഇത്രയും മതി. ദെൻ ഇവിടെ നമ്മൾ അത് പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവൃത്തി കൂടുന്ന, ഓക്കെ, കൂടിയും കുറഞ്ഞും ശബ്ദങ്ങൾ പ്രകൃതിയിലുണ്ട്, ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റും. എന്നാൽ എല്ലാ ആവൃത്തിയിലും ഉള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എവിടെ നിന്നാണ്? സാധാരണ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ്ലി എപ്പോഴും കേൾക്കാൻ പറ്റുന്ന എത്രയാണ്? 20 ഹെർട്സിന് കൂടിയതായിട്ടുള്ളതും അതുപോലെ തന്നെ 20,000 താഴെയുമായിട്ടുള്ളതാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ 20 താഴെയുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. 20,000 കൂടുതലുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്? അൾട്രാസോണിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ പഠിച്ചേക്കേണ്ടത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, അപ്പൊ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നത് ഒരാളാണ്, ട്രാവൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാറ്റ്. അതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ബാറ്റ്. അതുപോലെ തന്നെ ബാറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്യാച്ച് പ്രേ, ഇരകളെ പിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇരകളെ പിടിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി വവ്വാലുകളാണെന്നുണ്ടെങ്കിൽ ഇരുട്ടിലും സുഖമായി സഞ്ചരിക്കാനും അതുപോലെ ഇരകളെ പിടിക്കാനും സാധിക്കും. അത് ഒരെണ്ണം നമുക്ക് പറഞ്ഞേക്കുന്നതാണ്. ദെൻ അൾട്രാസോണിക് ആയിട്ടുള്ള തരംഗങ്ങൾ ഉപയോഗിച്ച് നമ്മളാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കിഡ്നി സ്റ്റോൺ ഒക്കെ ക്രഷ് ചെയ്ത് കളയാൻ. അപ്പം അൾട്രാ യൂസ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് നല്ല രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ചു വെക്കണം. അപ്പം എന്താണ് ക്രഷ്? നമ്മുടെ ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ക്രഷ് ഒന്നും ഉപയോഗിക്കുക, നമ്മൾ ഇടിച്ച് വറുത്തുവാണ് ആരെ നമ്മൾ ക്രാഷ് ചെയ്ത് കളയുവാണ്. നമ്മൾ ക്രഷ് ചെയ്ത് നമ്മൾ കളയുവാണ്. അപ്പം ആരെയാണ് ക്രഷ് ചെയ്ത് നമ്മൾ കളയുവാണ്? ആരെ? നമ്മളുടെ കിഡ്നി സ്റ്റോണിലേക്ക്, സ്മോൾ കിഡ്നി സ്റ്റോണിലേക്ക് നമുക്ക് ഈ അൾട്രാവയലറ്റ് അല്ല, അൾട്രാസോണിക് ആയിട്ടുള്ള വേവ്സ് നമുക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ. പിന്നെ അടുത്താണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിനകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇമേജ് എടുക്കാൻ, ഇപ്പം ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഇമേജസ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ കിഡ്നിയുടെയും ലിവറിന്റെയും ഗ്ലാഡ് ബാഡറിന്റെയും അതുപോലെ തന്നെയാണ് യൂട്രസിന്റെ ഒക്കെ ദൃശ്യം ഇമേജ് എടുക്കാനായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അൾട്രാസോണിക് വേവ് ആണ് യൂസ് ചെയ്യുന്നത്. അൾട്രാസോണിക് വേവ് ട്രാവൽ ത്രൂ ദ ബോഡി ടിഷ്യൂ, ഓക്കെ, ത്രൂ ദ ബോഡി ടിഷ്യൂസ്. അത് എന്താണ് ചെയ്യുന്നത്? സ്റ്റേക്ക് ആൻഡ് റിഫ്ലക്ട് ദ ഏരിയ ഓഫ് ദ വേരിയൻ ഡെൻസിറ്റി ആയിട്ടുള്ള ടിഷ്യൂസിന്റെ ടിഷ്യൂസിന്റെ ഒക്കെ അവിടെയൊക്കെ പോയിട്ട് ഏരിയനകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടുന്നത്. ദീസ് വേവ്സ് ആർ എന്താണ്? കൺവേർട്ടർ ഇൻ ടു ഇലക്ട്രിക് സിഗ്നൽസ്. അതാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സിഗ്നൽ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താകുന്നത്? ഇമേജ് ഓഫ് ദ ഓർഗൻ എടുക്കുന്നത്. ഇതിനാണ് എന്തെന്ന് പറഞ്ഞത്? അൾട്രാസോണോഗ്രഫി. ഇവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്? അൾട്രാസോണിക് ആണ്. അതുകൊണ്ടാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്തേക്കണം. പിന്നെ എന്താണ്? ഫോർ ക്ലീനിങ് എന്താണ്? സ്പിരൽ ട്യൂബ്സ്, ഇറഗുലർ ആയിട്ടുള്ള മെഷീൻ പാർട്ട്, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ മീൻസ് ഈ ടൈപ്പ് രീതിയിലുള്ള മെഷീൻ പാർട്ട്, അതുപോലെ ഇലക്ട്രിക് കമ്പോണന്റ്, ആ ടൈപ്പ് ഒക്കെ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിവൈസ് സച്ച് സോണർ. ഇവിടെ ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ കപ്പലൊക്കെ പോകുമ്പോൾ കപ്പലിനടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ ഫൈൻഡ് ചെയ്യാൻ ആ ഡിസ്റ്റൻസിനകത്ത് ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണെന്ന് എഴുതിക്കോ. 10 മീറ്റർ ഒന്നുമല്ല, ചിലപ്പോൾ 1 കിലോമീറ്റർ, 10 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും. 10 കിലോമീറ്റർ ആണ് ഇത് അടിത്തട്ടും ഈ കപ്പലിന്റെ ഈ ഭാഗവും തമ്മിലുള്ള ദൂരം എന്നൊക്കെ നമുക്ക് കണ്ടെത്താനൊക്കെ പറ്റും കേട്ടോ. അവിടെ എന്തെങ്കിലും അണ്ടർ വാട്ടറിനകത്ത് ഒബ്ജക്റ്റ് ഉള്ളത് എന്തൊക്കെയാന്നൊക്കെ നമുക്ക് കണ്ടെത്താനും ഒക്കെ ഫൈൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടൈറ്റാനിക് ഇതാണെന്ന് എഴുതിക്കും. ഇത് ടൈറ്റാനിക് ആണെന്ന് എഴുതിക്കും. നമ്മുടെ ടൈറ്റാനിക് ആണ്, ഈ ടൈറ്റാനിക് ആണ് നമ്മുടെ ഇവിടെ കിടക്കുന്നത്. ഈ ടൈറ്റാനിക് ആണെന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റാനിക് കപ്പലില് പണ്ട് മലയില് ഇവിടെ ഒരു മല ഉണ്ടായിരുന്നു. മലയിൽ ഇങ്ങനെ വന്നിട്ട് ഒറ്റയിടി വന്നിട്ട് ഇവിടെ വന്ന് കിടക്കുക. അങ്ങനെ വന്ന് കിടക്കുന്ന ടൈറ്റാനിക്കിനെ നമുക്ക് കണ്ടെത്താണെന്നുണ്ടെങ്കിൽ ഈ സോണാർ എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യാം. സംഭവം കിട്ടിയില്ലേ? നമുക്കത് മലയാളത്തിലോ ആൾക്കും പറഞ്ഞുകൊടുക്കാൻ ആയിട്ടുള്ള ചെറിയ കല്ലുകളാണ്. അതൊക്കെ പൊട്ടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ എന്താണ്? ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യാറുണ്ട്. വൃക്ക, കരളൊക്കെയാണ് പിത്താശയം,
അല്ല സഞ്ചി, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഗർഭപാത്രം തുടങ്ങിയയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുത്താൻ, ഇമേജ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. എന്ത്? അൾട്രാസോണിക് ആയിട്ടുള്ള തരംഗങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ശരീര കലകളിൽ സഞ്ചരിച്ച അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരത്തിലെ കലകളിലെ സാന്ദ്രത വ്യത്യാസമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലാക്കി മാറ്റി അവയവത്തിന്റെ ചിത്രം എന്താണ് രൂപപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് ഇതെന്ന് പറഞ്ഞ അൾട്രാസോണിക് അല്ലെങ്കിൽ അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ, നിശ്ചിത ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഈ ടൈപ്പ് രീതിയിലുള്ള, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയൊക്കെ വൃത്തിയാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് ആയിട്ടുള്ള വേവ്സ് വെച്ചാണ്, അതേപോലെ സൗണ്ട് വെച്ചാണ്. അതുപോലെ സോണാർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഉപയോഗിച്ചാണ് ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ ഇതും തമ്മിലുള്ള അകലം. ഇപ്പൊ ഈ കല്ല് കിടക്കുന്ന അകലം കണ്ടോ? ഈ കല്ലിന്റെ അകലം, കല്ലും ഈ ഷിപ്പും തമ്മിലുള്ള അകലം 10 മീറ്റർ എന്ന് എഴുതുക. ആ 10 മീറ്റർ ഈ സോണാർ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത്രയാണ് നമുക്ക് ഇത് വെച്ച് കണ്ടെത്താനൊക്കെ പറ്റും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? ഇവിടെ ചോദ്യം തന്നേക്കുവാണ്. ഇവിടെ നമുക്ക് തന്നെ ചോദ്യം എന്താന്ന് വായിച്ചു നോക്കിക്കേ. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ ഇഫ് അൾട്രാസോണിക് വേവ് എമിറ്റഡ് ബൈ എ ട്രാൻസ്മിറ്റർ, നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസോണിക് ആയിട്ടുള്ള വേവ് ആണെന്നുണ്ടെങ്കിൽ എമിറ്റ് ചെയ്തേക്കാണ് ട്രാൻസ്മിറ്റർ വഴി. അതിനുശേഷം എന്താണ്, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒരു ഷിപ്പിനകത്ത് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ. അതിനുശേഷം അതാണെന്നുണ്ടെങ്കിൽ ഒരു കല്ല് അടിയിൽ ഇവിടെ നമുക്ക് ഓക്കെ, ഇവിടെ കല്ലിനകത്ത് കണ്ടോ? ഈ കല്ലിനകത്ത് നമ്മൾ കണ്ടെത്തി. അപ്പം അത് അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ ആൻഡ് റിട്ടേൺ ആഫ്റ്റർ എത്രയാണ്? ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്ര നേരം എത്തി? 2 സെക്കൻഡിനകത്ത്. 2 സെക്കൻഡിനകത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് എത്തിയെന്ന്. ഓക്കെ, ദെൻ കൺസിഡർ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രോം ദ അപ്പൊ ഇവിടേക്കുള്ള ദൂരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരുന്നത്. ഷിപ്പിന്റെ ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ, നമ്മളോട് ചോദിച്ചിരുന്നത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൺസിഡർ ദ സ്പീഡ് ഓഫ് ദ അൾട്രാസോണിക് വേവ് ഇൻ ദ സീ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1522. നമുക്ക് നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് 2D ഈക്വൽ ടു എന്തെന്നാ പഠിച്ചേക്കണേ? സ്പീഡ് അല്ലെങ്കിൽ VT, സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, അപ്പം എന്താന്ന് കിട്ടി നമുക്ക്? സ്പീഡ് ഇൻറ്റു ടൈം എത്രയാ നമുക്ക് തന്നിട്ടുണ്ട്? എന്താണ് പറഞ്ഞേക്കണേ? 1522 മീറ്റർ ഇൻറ്റു 0.2 സെക്കൻഡ്. സെക്കൻഡ് ആണ്, എല്ലാ SI യൂണിറ്റിനകത്താണ്. ഓക്കെ, നമുക്ക് ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോവാം, ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പൊ ഇവിടെ 2 എഴുതാം, ഇവിടെ 2. അപ്പൊ ഇവിടെ 2 കട്ട് ചെയ്യും. അപ്പൊ ഇവിടുത്തെ 2 നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും? 0.1 ആവും. ഓക്കെ, 0.1 ആയി കിട്ടും. അപ്പൊ അതിന് ആൻസർ എന്ത് കിട്ടും നമുക്ക്? 152.2 മീറ്റർ എന്ന് കിട്ടും. 152.2 മീറ്റർ ആണ് അവിടുത്തെ ആൻസർ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 152.2 മീറ്റർ ആയിരിക്കും കേട്ടോ. അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? D ഈക്വൽ ടു എന്താണ്? VT by 2. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളെവിടെ യൂസ് ചെയ്തേ? ഇവിടെ യൂസ് ചെയ്തായിരുന്നല്ലോ. ഉണ്ടോ? ഈ ഇക്വേഷൻ ആണ് കേട്ടോ എടുത്തേണേ. ഈ ഇക്വേഷൻ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പഠിച്ചു നോക്കുക. ആ ഇക്വേഷൻ നമ്മൾ പലതവണ തന്നെ ചെയ്തു. ഞാൻ നിങ്ങളെ തന്നെ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനകത്തൊക്കെ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിനകത്തൊക്കെ ജോയിൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്റ്റഡി ഗ്രൂപ്പിനകത്ത് പല സ്റ്റഡി ഗ്രൂപ്പാണ് നമ്മുടെ, അതിനകത്തൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അന്നത്തെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സീസ്മിക് തരംഗങ്ങളും അതുപോലെ സുനാമിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ സീസ്മിക് വേവിനെ കുറിച്ച് പഠിച്ചത് ഇവിടെയാണ് കേട്ടോ. എന്തേ നമ്മളിവിടെ പഠിച്ചായിരുന്നല്ലോ സീസ്മിക് വേവിനെ കുറിച്ച്. അല്ല, ഇവിടെ ഇതിന് മുകളിലാണെന്ന് തോന്നുന്നു പഠിച്ചേ. ഇതിന് മുകളിൽ ഇതിന് മുമ്പ് പഠിച്ചത് ഇവിടെ പഠിച്ച ഓർമ്മയില്ലേ? ഇതിന് മുമ്പായിട്ട് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചതെന്ന് എൻ്റെ ഓർമ്മ. കണ്ടോ, സീസ്മിക് വേവ്. ഓക്കെ, സീസ്മിക് തരംഗങ്ങളാണ് കേട്ടോ അത്. അപ്പൊ സീസ്മിക് തരംഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വേവിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി അതിലേക്ക് പോവാം. അതെന്താന്ന് നോക്കാം. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ സീസ്മിക് വേവിലേക്ക് നമുക്ക് പോവാം. വേവ് കോസ് എനി എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് നമുക്ക് ദുരിതമൊക്കെ ഉണ്ടാക്കില്ല, നമുക്കാണെന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ലേ? അതാണ് സുനാമി ഒക്കെ ഉണ്ടാക്കുന്നത്. ദെൻ എർത്ത് ക്യുക്ക്.
ഒരു ഡിസാസ്റ്റർ ആണ് അല്ലേ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. Then അടുത്തതെന്ന് പറഞ്ഞാൽ സുനാമിയാണ്. തിരമാലയാണ് ഇവിടെ കൊടുത്തത്, സുനാമി. ഓക്കെ. സീസ്മിക് വേവ് ആർ എന്താണ്, ത്രോ വിച്ച് ട്രാവൽ ത്രൂ ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് എന്ന് പറഞ്ഞ എർത്തിന്റെ അകത്തെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു എന്നാ ഒരു പഞ്ഞ കളറുള്ള സാധനം ഉണ്ടെന്ന് പറയില്ലേ, നമ്മുടെ മുട്ടയ്ക്കാണെങ്കിൽ ഉണ്ണിയുള്ള പോലെ നമ്മുടെ എർത്തിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ചുമന്ന ഒരു സ്ഥലമുണ്ട്, എപ്പോഴും കത്തിക്കൊണ്ട് ലാവയൊക്കെ പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട് അല്ലേ, അതിനാണ് എർത്തിന്റെ കോർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ ക്രസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ക്രസ്റ്റിനകത്തൊക്കെ എന്തുണ്ടാവുന്നുണ്ട്, എർത്തിന്റെ ക്രസ്റ്റിന്റെ ഒക്കെ അതിലൂടെയൊക്കെയാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്, ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് എർത്ത് ക്വിക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ മാസീവ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ സീസ്മോളജി എന്ന് പറയുന്നതാണ് ഈ സീസ്മിക് വേവിനെ കുറിച്ചുള്ള സ്റ്റഡീനെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീസ്മിക് വേവ് എന്താണ്, ട്രാവൽ ചെയ്യുന്നത് എർത്തിന്റെ ക്രസ്റ്റിലൂടെയാണ്. അങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആരുണ്ടാവുന്നത്, എർത്ത് ക്വിക്ക് ഉണ്ടാവുന്നത്, വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടാവുന്നത്, മാസീവ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻസ് ഉണ്ടാവുന്നത്. സീസ്മോളജി എന്ന് പറയുന്ന ആള് എന്താ, സീസ്മിക് വേവിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് പറയുന്നത്. ദെൻ ഇന്റൻസിറ്റി ഓഫ് ദ എർത്ത് ക്വിക്ക് ഈസ് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഓക്കെ. ദെൻ അടുത്താണ് എർത്ത് ക്വിക്ക് ക്യാൻ ഒക്കർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഓഷൻ. ഓഷന്റെ അടിയിലുണ്ടാവാം. എലോങ് വിത്ത് എന്താണ്, കോസ്റ്റൽ ഏരിയ. അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുണ്ടാവും, സുനാമി വേവ്സിന് കാരണമാവും. സുനാമി എന്ന് പറഞ്ഞാൽ എന്താണ്, സീരീസ് ഓഫ് ജൈജാന്റിക് ആയിട്ടുള്ള ഓഷൻ വേവ് ആണ്, കോസ്ഡ് ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലാർജ് വോളിയം ഓഫ് വാട്ടർ വാട്ടർ ഇൻ സീ. അപ്പൊ ഭയങ്കര വലിയ തിരമാലകൾ വരുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ സുനാമി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിച്ചാൽ മതി. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പഠിക്കുന്നത്. ഇതിന് ശേഷമുള്ള ലെറ്റേഴ്സസ് ആണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിനകത്ത് പഠിക്കാം. ഓക്കെ.